12ാമത്തെ പാഠമാണ് അസ്സിയാഹ. എന്താ സിയാഹ എന്ന് പറഞ്ഞാൽ? സിയാഹ എന്ന് പറഞ്ഞാൽ എക്സ്കർഷൻ എന്ന് പറയില്ല, നമ്മൾ ഒരു ഉല്ലാസയാത്ര എന്ന് പറയുന്ന ഒന്നാണ് സിയാഹ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസ്സിയാഹത്തു. നിങ്ങളൊക്കെ ഉല്ലാസയാത്ര പോയിട്ടുണ്ടോ? ഊട്ടി മൈസൂരാണ് സ്കൂളിൽ നിന്ന് പോയ ഉല്ലാസയാത്ര. നാടുകളൊക്കെ കാണാൻ ഇറങ്ങാറുണ്ടോ? ഓക്കെ. ഏതായാലും അതിൻ്റെ പദം നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ എക്സ്കർഷൻ എന്നാണ് ഉപയോഗിക്കാറുള്ളത് അല്ലേ? ടൂറ് പോകുക എന്നുള്ളതിനേക്കാളും കൂടുതൽ എക്സ്കർഷൻ. ടൂർ എന്നുള്ളതിന് അറബിയിൽ സിയാറത്ത് എന്നാണ് പറയുന്നത്. എക്സ്കർഷനാണ് സിയാഹത്ത്, അസിയാഹത്തു എന്ന് പറയുന്നത്. ഏതായാലും നോക്കാം. അത്തജവ്വുലു ബൈന ബുൽദാനിൽ ആലമി ഷെയ്ഉൻ ജമീലു. നാടുകൾ ചുറ്റിക്കറങ്ങുന്നത് വളരെ ഭംഗിയുള്ള ഒരു കാര്യമാണ്. അത്തജവ്വുലു ബൈന ബുൽദാനിൽ ആലമി ഷെയ്ഉൻ ജമീൽ. തജവ്വുൽ എന്ന് പറഞ്ഞാൽ ചുറ്റിയടിക്കുക, ചുറ്റിക്കറങ്ങുക. ബുൽദാൻ, ബിലാദ് എന്ന് കേട്ടിട്ടുണ്ട്. ബലദ്, ബിലാദ്. ബലദ് എന്നുള്ളതിൻ്റെ ജം ആണ് ബിലാദ് എന്നുള്ളത്. അതിൻ്റെയും ജം ആണ് ബുൽദാൻ എന്ന് പറയുന്നത്. എന്താ ബുൽദാൻ എന്ന് പറയാൻ കാരണം? ഇപ്പോൾ ഇന്ത്യനെ കുറിച്ച് നമ്മൾ ഇന്ത്യ എൻ്റെ നാടാണ് എന്നൊക്കെ പറയും. പക്ഷേ ഇന്ത്യനെ കുറിച്ച് വെറും ബിലാദ് എന്ന് പറഞ്ഞാൽ മതിയാവില്ല. കാരണം എന്താ? ഇന്ത്യയിൽ കുറേ നാടുകളുണ്ട്, കുറേ പ്രദേശങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ഭാഷയുടെ ഒരു വ്യാപ്തിയാണ് അത് ബുൽദാൻ എന്ന് പറയുന്നത്. അപ്പോൾ ബിലാദ്, ബുൽദാൻ. ബിലാദിൻ്റെ മുഫ്രദ് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ബുൽദാൻ്റെ മുഫ്രദ് എന്താണെന്ന് വെച്ചാൽ ബിലാദ് എന്നാണ് പറയാം. അത്തജവ്വുലു ബൈന ബുൽദാനിൽ ആലമി, ലോകരാജ്യങ്ങൾക്കിടയിലൂടെ ചുറ്റിക്കറങ്ങൽ ഷെയ്ഉൻ ജമീൽ, മനോഹരമായ ഒരു കാര്യമാണ്. നഹ്നു ഫി ഔഖാത്തിൻ കസീറത്തിൻ. നഹ്നു നമ്മൾ, ഫി ഔഖാത്തിൻ കസീറത്തിൻ പലപ്പോഴും, നമ്മൾ പലപ്പോഴും, നസ്മൗ അൻ ബിലാദിൻ ബഈദത്തിൻ വിദൂരതയിലുള്ള നാടുകളെക്കുറിച്ച് കേൾക്കുന്നു. നസ്മൗ നമ്മൾ കേൾക്കുന്നു, അൻ ബിലാദിൻ ബഈദത്തിൻ ദൂരദേശങ്ങളെക്കുറിച്ച്, ദൂരങ്ങളിലുള്ള ദേശങ്ങളെക്കുറിച്ച് കേൾക്കുന്നു. ഫി ആസിയ വ അഫ്രീഖ വ അംരീക്ക വ ഔറുബ വ ഇസ്രാലിയ. നമ്മളെ ഭൂഖണ്ഡങ്ങളുടെ പേരുകൾ അറബിയിൽ പഠിക്കുക എന്നതുകൂടിയാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. ഫി ആസിയ, ആസിയ എവിടെയാണ്? ഏഷ്യ. അഫ്രീക്ക, ആഫ്രിക്ക, 2 ആഫ്രിക്കയുണ്ട് അല്ലേ? സൗത്ത് ആഫ്രിക്കയുണ്ട്, പിന്നേതാ? നോർത്ത് ആഫ്രിക്ക, സൗത്ത് ആഫ്രിക്ക. വ അംരീക്ക, അമേരിക്ക. വ ഔറുബ, ഔറുബ ഏതാ? യൂറോപ്പ്. വ ഇസ്രാലിയ, ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ ഒരു ഭൂഖണ്ഡമാണ് അല്ലേ? യൂറോപ്പ് ഒരു ഭൂഖണ്ഡമാണ്, അമേരിക്ക ഒരു ഭൂഖണ്ഡമാണ്. നമ്മൾ പിന്നെ ലാറ്റിൻ അമേരിക്കൻ ട്രോഫി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ആഫ്രിക്ക ഒരു ഭൂഖണ്ഡമാണ്, ഏഷ്യ ഒരു ഭൂഖണ്ഡമാണ്. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഭൂഖണ്ഡം ഏതാ? ഏഷ്യ. ഓക്കെ. വലാക്കിൻ ഹൽ റഅയ്ത ഹയാത്തു ഉമമിഹ ബിൽ ഐൻ. വലാക്കിൻ പക്ഷേ, അപ്പോൾ നമ്മൾ കുറേ നാടുകളെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അവിടുത്തെ ജീവിതങ്ങൾ നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ? ഹൽ റഅയ്ത ഹയാത്ത ഉമമിഹ ബിൽ ഐൻ. അവിടുത്തെ ജീവിതങ്ങൾ നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ? വഹൽ തഅരിഫു കൈഫ യഈഷുന്നാസു ഫീഹാ. അവിടെയുള്ള ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് നിനക്കറിയുമോ? അവിടെ നമ്മൾ പഠിക്കേണ്ടത് ഹൽ റഅയ്ത ഹയാത്തു ഉമമിഹ ബിൽ ഐൻ എന്ന ചോദ്യം, ഹല്ല് വെച്ചൊരു ചോദ്യം ചോദിച്ചതുകൊണ്ടോ ആ ചോദ്യത്തിൻ്റെ ഒരു ഉസ്ലൂബ്, അതിനൊരു ശൈലി പഠിക്കുക, അതും കൂടെ നമ്മളതിൻ്റെ ഭാഗമാണ്. ഹൽ റഅയ്ത ഹയാത്ത ഉമമിഹ ബിൽ ഐൻ വഹൽ തഅരിഫു കൈഫ യഈഷുന്നാസു ഫീഹാ. ഏഷ്യയിലുള്ള ആൾക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നത്? യൂറോപ്പിലുള്ള ആൾക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഓസ്ട്രേലിയയിലുള്ള ആൾക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നതൊക്കെ നീ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ? പലപ്പോഴും അവിടെയൊക്കെ പോയി വന്ന ആൾക്കാർ പറയും, നമ്മളിങ്ങനെ ചായ കുടിക്കണ കാണുമ്പോൾ പറയും ഏഷ്യക്കാർ ഇങ്ങനെ, യൂറോപ്പുകാർ ഇങ്ങനെയല്ല ചായ കുടിക്കുക. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ പറയും പിന്നെ അമേരിക്കക്കാർ ഇങ്ങനെയല്ല ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാകും. വകൈഫ യഅമലൂൻ, അവരെങ്ങനെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, തൊഴിലുകൾ ചെയ്യുന്നു, അമൽ ചെയ്യുന്നു. വകൈഫ യഅമലൂൻ. ഇദാ ശിഅത അൻ തറാ വ തഅരിഫ അൻ തിൽക്കൽ ബിലാദ്, ആ നാടുകളെ കാണാൻ അറിയാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഫഅലൈക അൻ തസൂറഹ വ തത്ലു അലാ അഹ്വാലി അഹ്ലിഹ. ഫഅലൈക, അപ്പോൾ നിൻ്റെ മേൽ അനിവാര്യമാണ്. ഫഅലൈക, നീ ചെയ്യണം കേട്ടോ, നീ ചെയ്യണം.
അൻ തസൂറഹ അവിടെ വിസിറ്റ് ചെയ്യാം, വ തത്ലു അല അഹ്വാലി അഹ്ലിഹ നേരിട്ട് കാണാം, അല അഹ്വാലി അഹ്ലിഹ അവിടുത്തെ ആളുകളുടെ അവസ്ഥകൾ. ഹാല് എന്നതിൻ്റെ ബഹുവചനം അഹ്വാല്. അപ്പോൾ ഒരു വരി വന്നു കഴിഞ്ഞാൽ, ഒരു വരി സെൻറ്റൻസ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഫ്ലം ബി ലഫ്ല് വേർഡ് ബൈ വേർഡ് മീനിങ് അറിയില്ലെങ്കിലും അതിൽ വന്ന ബഹുവചനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏകവചനം എന്താണ്, പിന്നെ ചില പദങ്ങൾ എങ്ങനെ വന്നു, നമുക്കൊക്കെ പരിചയമുള്ള ചില ഇടങ്ങളിൽ നിന്ന് വന്ന പദങ്ങളുണ്ടാവും, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സാറ യസൂറു, സിയാറത്ത്, തസൂറ. നമ്മൾ സിയാറത്ത് എന്നുള്ള പദമൊക്കെ എപ്പോഴും കേൾക്കണതാണ് അല്ലേ. സിയാറത്ത് വിസിറ്റാണ് ഉദ്ദേശം. വയുംകിനു അൻ തസൂർ അൽ ബിലാദ നിനക്ക് നാടുകൾ വിസിറ്റ് ചെയ്യൽ സാധ്യമാകും, സന്ദർശിക്കൽ സാധ്യമാകും. അൽ ബിലാദ് അൽ ഉഖ്റ മറ്റു നാടുകൾ. എങ്ങനെ മറ്റുള്ള നാടുകളിലേക്ക് നമുക്ക് എങ്ങനെ പോകാം, നമ്മൾ എങ്ങനെ പോകണം, അതാണ് പറയുന്നത്. ഞാൻ തെരീക്കൽ ബരി കരയിലൂടെ പോകാം അല്ലേ. കരയിലൂടെ നടന്ന് ഹജ്ജിന് പോയ ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ കരയിലൂടെ പോവാം. അവിൽ ബഹർ കപ്പലിന് ഹജ്ജിന് പോയ ആൾക്കാരുണ്ട്. ഹജ്ജ് ഉദാഹരണം, മറ്റൊരു ദേശത്തേക്ക് പോകുന്നതിനൊരു ഉദാഹരണം. കപ്പലിന് പോകാം. അവിൽ ജബ്ബി അല്ലെങ്കിൽ വിമാനമാർഗം, വ്യാമമാർഗം. ജബ്ബ് എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം എന്നാണ് അർത്ഥം, ഇവിടെ വ്യാമമാർഗം. അപ്പോൾ കരയിലൂടെയും കടലിലൂടെയും ആകാശത്തിലൂടെയും ഒക്കെ നിങ്ങൾക്ക് മറ്റു ദേശങ്ങളിലേക്ക് പോകാം. വയുഷാഹിദൽ ഇൻസാനഫി കുല്ലും മിൻഹ ആ നാട്ടിൽ പോയാൽ ആളുകളെ കാണാം. അസാലീബൽ ഹയാത്തിൽ മദനിയ അൽ മുതനവ്വിഅ നാഗരിക ജീവിതം എന്ന വിവിധ തരം നാഗരിക ജീവിതം നിങ്ങൾക്ക് കാണാം. അൽ ഹയാത്ത് അൽ മദനിയ എന്ന് പറഞ്ഞാൽ നമ്മൾ സിറ്റി ലൈഫ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ നാഗരിക ജീവിതം. അൽ മുതനവ്വിഅ വിഭിന്നങ്ങളായ വ്യത്യസ്തങ്ങളായ. അസാലീബ് അത് ഉസുലൂബ് എന്നതിൻ്റെ ബഹുവചനാണ്, അവിടെ വന്നിട്ടുണ്ട്. ഉസുലൂബ് എന്ന് ശൈലി, അതിൻ്റെ ബഹുവചനാണ് അസാലീബ്. ഇനി അടുത്ത് നമുക്കൊരു എളുപ്പവഴി പറഞ്ഞു തരാണ്. ഫഫിസ് സഫരി ബിസ് സയ്യാറത്തി നീ കാറിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ, കാറിൽ മീൻസ് നമ്മൾ ബൈ റോഡാണെന്നുള്ള ഉദ്ദേശത്തിലാട്ടാ. സയ്യാറത്ത് എന്നുള്ളതിന് വെഹിക്കിൾ എന്നും അർത്ഥമുണ്ട്, വാഹനം എന്നുള്ള. ബൈ റോഡാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ തറസുവർ അത്തബിഅയ്യ അൽ ജമീല വിമാനത്തിൽ കൂടെ പോയാൽ ഒന്നും കാണൂല. കാറിൽ പോയാൽ അസുവർ അത്തബിഅയ്യ സുവർ തബിയന നാച്ചുറൽ പിക്ചേഴ്സ് പ്രകൃതി ചിത്രങ്ങൾ നിനക്ക് കാണാം. അൽ ജമീല ഭംഗിയായ പ്രകൃതി ചിത്രങ്ങൾ നമുക്ക് കാണാം. ഇവിടെ നോക്കൂ, മുകളിൽ ഒരു ജമീൽ എന്നുള്ളൊരു പദം വന്നു അല്ലേ. ഷെയ്ഉൻ ജമീൽ, അവിടെ നമ്മൾ ബ്യൂട്ടിഫുൾ എന്ന അർത്ഥം വെച്ചു. ഇവിടെ നമ്മൾ വന്നത് അത്തബിഅയ്യ അൽ ജമീല എന്നാണ്. എന്ത് ജമീൽ എന്ന് പറഞ്ഞാലും ജമീല എന്ന് പറഞ്ഞാലും അർത്ഥം ഒന്നല്ലേ അല്ലേ. പിന്നെന്താ ഇവിടെ ജമീല എന്ന് പറഞ്ഞു, അവിടെ ജമീൽ എന്ന് പറഞ്ഞു. അവിടെ തബിഅയ്യ എന്ന് പറഞ്ഞ മുഅന്നസിൻ്റെ വിശേഷണമായിട്ടാണ് ജമീല വന്നത് അല്ലേ. അപ്പോൾ മുഅന്നസിനെ വിശേഷിപ്പിക്കാൻ വരുമ്പോൾ മുഅന്നസായിട്ട് വിശേഷണത്തെ കൊണ്ടുവരണം. പുല്ലിംഗത്തെ വിശേഷിപ്പിക്കാൻ കൊണ്ടുവരുമ്പോൾ വിശേഷണത്തെയും പുല്ലിംഗമാക്കണം. സ്ത്രീലിംഗത്തെ വിശേഷിപ്പിക്കാൻ കൊണ്ടുവരുമ്പോൾ വിശേഷണത്തെയും സ്ത്രീലിംഗമാക്കണം. എങ്ങനെ സ്ത്രീലിംഗമാക്കൽ? ഒരു താവ് ചേർക്കലാണ് ഒരു രൂപം. പല രൂപങ്ങളുണ്ട്, ഒരു രൂപം താവ് ചേർക്കലാണ്. അപ്പോൾ അങ്ങനെ നാച്ചുറലായിട്ടുള്ള വ്യൂസ് നിങ്ങൾക്ക് കാണാം, പിക്ചേഴ്സ് നിങ്ങൾക്ക് കാണാം. മിസ്ല അൽ ജിബാൽ വൽ ജദാവിൽ വൽ ഗാബാത്ത് വൽ വഹൂഷ് വത്തുയൂർ ബഹുവചനങ്ങളുടെ കളിയാണ് അവിടെ. ജബൽ എന്നതിൻ്റെ ബഹുവചനമാണ് ജിബാൽ. നമുക്ക് പരിചയമുള്ളൊരു പദമാണ്. എന്താ ജിബാൽ എന്ന് പറഞ്ഞാൽ? പർവ്വതങ്ങൾ. വൽ ജദാവിൽ ജദുവൽ ജദാവിൽ അരുവികൾ. വൽ ഗാബാത്ത് ഗാബത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കാടുകൾ, ഫോറസ്റ്റ്. വൽ വുഹൂഷ് വുഹൂഷ് വന്യജീവികൾ അല്ലേ. ചില സ്ഥലത്ത് കൂടെ ഒക്കെ പോകുമ്പോൾ വന്യജീവികളെ കാണാം, കാട് കാണാം. തുയൂർ തുയർ എന്നതിൻ്റെ ബഹുജനാണ് തുയൂർ. എന്താണ്? പക്ഷികളെ കാണാം, വന്യമൃഗങ്ങളെ കാണാം, കാടുകൾ കാണാം, അരുവികൾ കാണാം, മലകൾ കാണാം. അപ്പോൾ പർവ്വതനിരകളും അരുവികളും മലകളും കാടുകളും വന്യമൃഗങ്ങളും ആസ്വദിച്ച് നിങ്ങൾക്ക് യാത്ര ചെയ്യാം. നിങ്ങൾ കരമാർഗമാണ് യാത്ര ചെയ്യുന്നത്, കാറുമാർഗമാണ് യാത്ര ചെയ്യുന്നത് എങ്കിൽ കമാ തുഷാഹിദു അആജീബ സുൻഅൽ ഇൻസാനിൽ മആസിർ അതുപോലെ കരമാർഗം യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും അആജീബ സുൻഅ അൽ ഇൻസാൻ അൽ മുആസിർ ആധുനിക മനുഷ്യൻ്റെ കരവിരുതുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അആജീബ് എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ. അത്ഭുതങ്ങൾ അജീബത്ത് അആജീബ്. സുൻ അൽ ഇൻസാൻ
സുൻ അൽ ഇൻസാൻ സന തന്നെ ഉണ്ടാക്കി നിർമ്മിച്ചു എന്നാ. സുൻ അൽ ഇൻസാൻ മനുഷ്യ നിർമ്മിതി. മനുഷ്യന്മാരുണ്ടാക്കിയ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ചില കെട്ടിടങ്ങളൊക്കെ കണ്ടാൽ എന്താ രസം കാണാൻ, എന്താ ഭംഗി അല്ലേ. അപ്പോൾ കാണാം അൽ മുആസിർ. അൽ മുആസിർ എന്ന് പറഞ്ഞാൽ ആധുനിക എന്നർത്ഥം, സമകാലിക. എന്തൊക്കെയാണ്? അൽ അബ്രാജ് അഷാമിഹ. അൽ അബ്രാജ് ബുർജ് എന്നതിൻ്റെ ബഹുവചനാണ് അബ്രാജ്. ഇംഗ്ലീഷിൽ ടവർ എന്ന് പറയും, മലയാളത്തിൽ ഗോപുരം എന്ന് പറയും. അൽ അബ്രാജ് അഷാമിഹ, വലിയ ഗോപുരങ്ങൾ, വലിയ ഗോപുരങ്ങൾ. വൽ മബാനി അൽവഹ്മ, ഹ്യൂജ് ബിൽഡിങ്സ്. ഹ്യൂജ് ബിൽഡിങ്സ് അല്ലേ. ചില പിന്നെ നമ്മൾ എറണാകുളത്ത് കൂടെ കൊച്ചിയിലൂടെ ഒക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ചില ബിൽഡിങ്ങിൻ്റെ മേലെ ഏറ്റവും ഉയർന്ന നില ഏതാണെന്ന് ഇങ്ങനെ നോക്കി കുറച്ച് നേരം നിന്ന് നമ്മളെ കഴുത്ത് കടയും. ആ രീതിയിൽ ഉയരമുള്ള കെട്ടിടങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പോകണം? ബൈ റോഡ് നമ്മൾ പോകണം. വൽ മബാനി അൽവഹ്മ അൽ അബ്രാജ് അഷാമിഹ വ ആഥാറുൽ ഇഖ്തിറാഅത്ത്. പിന്നെ നമുക്കിപ്പോൾ കുറേ അടയാളങ്ങൾ കാണാം. അൽ ഇഖ്തിറാഅത്ത്, കണ്ടുപിടുത്തങ്ങളുടെ ഇൻവെൻ്ററീസ്. ഇഖ്തിയാറാത്ത് എന്ന് പറഞ്ഞാൽ ഇൻവെൻ്ററീസ്, കുറേ കണ്ടുപിടുത്തങ്ങളുടെ ലക്ഷണങ്ങൾ കാണാം അല്ലേ. നമ്മളിപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ കാണാം. ഇപ്പോൾ കൊച്ചിയിലൂടെ തന്നെ പോകുമ്പോൾ ആലോചിച്ച് നോക്കാം, മെട്രോ അങ്ങനെ കാണുമ്പോൾ എന്താ ഇപ്പോൾ ആകാശത്ത് കൂടെ ട്രെയിൻ പോണത്, ഇതൊക്കെ മനുഷ്യൻ്റെ ഒരു കണ്ടുപിടുത്തല്ലേ. വേറെ സ്ഥലത്ത് കൂടെ ഇങ്ങനെ പോകുമ്പോൾ പല വാഹനങ്ങൾ പോകുന്നതും അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മളെ കേരളത്തിലൊരവസ്ഥ. ഇനി നമ്മൾ മെട്രോപൊളിറ്റൻ സിറ്റിയിലൂടെ ഒക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് വലിയ വലിയ പാലങ്ങൾ, ആ പാലങ്ങളുടെ രീതിയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒക്കെ മനുഷ്യൻ്റെ ഒരു കണ്ടുപിടുത്തം എവിടെ എത്തി. ഇനി ഒന്നും വേണ്ട, നമ്മളിപ്പോൾ ഈ റോഡ് പണിയൊക്കെ നടക്കുന്നിടത്തൂടെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ വലിയ ബീമുകളൊക്കെ വലിയ മെഷീനറീസ് വെച്ചിട്ടൊക്കെ തന്നെ ഉയർത്തി പിടിച്ച് കൊണ്ടുപോയിട്ട് അവിടെ വെക്കുന്നത് കാണുമ്പോൾ നമ്മൾ തോന്നും, ഹോഹ് എന്താ പോ. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. ഫി മജാലി ടെക്നോളജിയ അൽ മഅലൂമാത്ത്. ടെക്നോളജി അൽ മഅലൂമാത്ത് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജി, ഐ ടി ഫീൽഡിലുള്ള മനുഷ്യരുടെ കണ്ടുപിടുത്തങ്ങളും കാണാം. പിന്നെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഉള്ള സുഖം എന്താ വെച്ചാൽ വ അൻത തമുറു ബിഹുദൂദി കുല്ലി ബലദിൻ, വ അൻത തമുറു ബിഹുദൂദി കുല്ലി ബലദിൻ. നീ ഓരോ നാടിൻ്റെയും അതിർത്തികളിലൂടെ ഇങ്ങനെ പോകും. അപ്പോൾ കേരളം വിട്ടിങ്ങനെ പിന്നെ കർണാടകയിലേക്ക് കടക്കുമ്പോൾ അപ്പോൾ നിനക്ക് അറിയാം വതാരിഫ് കുല്ല മിൻതഖത്തിൻ മിനൽ മനാതിഖ്. മിൻതഖത്ത് എന്ന പ്രദേശം, ഓരോ റീജിയൻസ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. എവരി റീജിയൻ ഫ്രം ദ റീജിയൻസ്. മിൻ ഐന തബ്ദഉ, ഫ്രം വേർ ഇറ്റ് സ്റ്റാർട്ട്സ്. നമ്മൾ ആ ഒരു കാര്യം പറയൽ മാത്രമല്ല, മിൻ ഐന തബ്ദഉ എന്ന ആ വാക്ക് പഠിക്കുക, പ്രയോഗം പഠിക്കലാണ് ഇതിൻ്റെ ഉദ്ദേശം. വൈല ഐന തൻതഹി, വേർ ഇറ്റ് എൻഡ്സ്, എവിടെ അത് അവസാനിക്കുന്നു, എവിടെ അത് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് മനസ്സിലാക്കാനും തിരിച്ചറിയാനും ഇങ്ങനെയുള്ള നേരിട്ടുള്ള സഞ്ചാരങ്ങൾ നമുക്ക് ഉപയോഗപ്പെടും. ഇനി കരമാർഗമുള്ള യാത്രയുടെ ഗുണങ്ങൾ പറഞ്ഞു. വഫിസ് സഫർ ഫിൽ ബഹർ, ഇനി നീ കടലിലൂടെ യാത്ര ചെയ്താൽ തറൽ അംവാജൽ മുതലത്തിമ, ആഞ്ഞടിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ആഞ്ഞടിക്കുന്ന തിരമാലകൾ നിനക്ക് കാണാൻ കഴിയും. മൗജി എന്നതിൻ്റെ ബഹുവചനമാണ് അംവാജ്, തിര, തിരമാല, തിര, പിന്നെയും തിര. വത്തനവുൽ അജീബ് ഫി ആലമിൽ അസ്മാഖ്, കടലിലൂടെ സഞ്ചരിച്ചാൽ കാണാം. വത്തനവുൽ അജീബ്, വിവിധ തരം ഇനങ്ങളെ കാണാം. എന്തിൽ നിന്ന്? ഫി ആലമിൽ അസ്മാഖ്, മത്സ്യലോകത്ത് നിന്നുള്ള വിവിധതരം മത്സ്യങ്ങളെ കാണാം. കടലിലൂടെ കുറച്ചിങ്ങനെ പോയാൽ കാണാം ഡോൾഫിൻ ഇങ്ങനെ ചാടുന്നു, പറവാൻ മത്സ്യം ഇങ്ങനെ അതിൽക്കൂടെ പോകുന്നു, മറ്റൊരു മത്സ്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കടലിലൂടെ പോകുമ്പോഴാണ് ഇതൊക്കെ കാണാൻ പറ്റുന്നത്. ആലമുൽ അസ്മാഖ് എന്ന് പറഞ്ഞാൽ മത്സ്യലോകം, മത്സ്യലോകത്തെ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണാം. വസ്സഫറൻ തരീഖൽ ജവ്വി യൻഖിലുക ഇലാ ബിലാദിൻ ബഈദ. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നമുക്കിങ്ങനെ തോന്നും, അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ കടലിലൂടെയോ കരയിലൂടെയൊക്കെ യാത്ര ചെയ്യണം, എങ്കിലേ അത്ഭുതങ്ങൾ കാണാൻ പറ്റൂ എന്ന് പറയുമ്പോഴും വ്യാമയാത്രയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ആകാശമാർഗത്തിലുള്ള യാത്രയാകുമ്പോൾ അതിനും വേറെ ഗുണങ്ങളുണ്ട്. കാരണം എന്താ? വസ്സഫറു അൻ തരീഖൽ ജവ്വി, ആകാശത്തിലൂടെയുള്ള യാത്ര, യുൻഖിലുക ഇലാ ബിലാദിൻ ബഈദ, അത് നിന്നെ പെട്ടെന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഇലാ ബിലാദിൻ ബഈദ, വിദൂര ദേശങ്ങളിലേക്ക്. അപ്പോൾ അമേരിക്കയിലേക്ക് പോകണം എന്ന് വിചാരിച്ച പെട്ടെന്ന് യാത്ര നടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തു വേണം? ആകാശമാർഗം ഉപയോഗിക്കണം. വയുംകിനുക അത്തഫാഉലു മഅ അഹ്ലിഹ, വയുംകിനുക നിനക്ക് സാധ്യമാകുന്നു അത്തഫാഉലു മഅ അഹ്ലിഹ, അത്തഫാഉൽ ഇൻട്രാക്ഷൻ സാധ്യമാകുന്നു. മഅ അഹ്ലിഹ അവിടുത്തെ ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ, ഇടപഴകാൻ സാധ്യമാകുന്നു. ഫി സഖാഫതിഹിം വതജാറുബിഹിം, ഫി സഖാഫതിഹിം ഇൻ ദെയർ കൾച്ചർ
ആൻഡ് ഇൻ ദർ എക്സ്പീരിയൻസ്, അവരുടെ അനുഭവ സമ്പത്തുകൾക്കിടയിലൂടെ, അവരുടെ സംസ്കാരങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കാൻ നിനക്ക് സാധ്യമാകും. അങ്ങനെ സാധ്യമാകുന്ന ഒരവസരം നിനക്ക് ഒരുക്കിത്തരുന്നത് കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് എത്തിച്ചേരാൻ സഹായിക്കുന്ന ആകാശമാർഗത്തിലൂടെയുള്ള യാത്രയാണ്. സഖാഫത്ത്, കൾച്ചർ, തജാറുബ്, എക്സ്പീരിയൻസ്. വഹാലിയൻ ആൻഡ് റൈറ്റ് നൗ കറൻ്റ്ലി യാമൽ ഫി കുല്ലിൽ ബിൽദാൻ, എല്ലാ നാട്ടിലും വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ എല്ലാ നാട്ടിലും സജീവമായി പ്രവർത്തിക്കുന്നു. ഹൈഅത്തൻ ഖാസ, എ സ്പെഷ്യൽ അതോറിറ്റി, ലിതൻഷീത്തി സിയാഹ അൽ മഹല്ലിയ വദ്ദുവലിയ, ലിതൻഷീഹി അസിയാഹ, ടു ആക്റ്റീവ് ദ ടൂറിസം, അൽ മഹല്ലിയ വദ്ദുവലിയ, അൽ മഹല്ലിയ വദ്ദുവലിയ, പ്രാദേശികമായതും നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ. അപ്പോൾ എല്ലാ നാട്ടിലും പിന്നെ പ്രാദേശികവും ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള ടൂറിസം പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ നാട്ടിലും സംവിധാനങ്ങളുണ്ട്. ഫൽ ആലമു മിൽഹു അജായിബ് വഗറായിബ്, ലോകം മുഴുവൻ അത്ഭുതങ്ങളാണ്. ഫൽ ആലം, അപ്പോൾ ലോകം, മിൽഹു അവ മുഴുവൻ, അജായിബ് വഗറായിബ് അത്ഭുതങ്ങൾ തന്നെയാണ്. ജഅലഹുല്ലാഹു തആല ലിതഹർറുകി അഖ്ലിൽ ഇൻസാൻ, എന്തിനാണ് ഇതൊക്കെ അള്ളാഹു സൃഷ്ടിച്ചത്? അള്ളാഹു ഇതിനെ മനുഷ്യബുദ്ധിയെ ചലിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഫയുസീറു ഫിഹി ഷൗഖൽ ഇൽമി കമാ വറദ ഫിൽ ഖുർആൻ, അപ്പോൾ മനുഷ്യനിങ്ങനെ തോന്നും, ഈ അത്ഭുതങ്ങളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ തോന്നും ഇതിനൊക്കെ ഒരു സൃഷ്ടാവ് വേണമല്ലോ എന്ന ചിന്ത വരും. കമാ വറദ ഫിൽ ഖുർആൻ, ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ വഫിൽ അർളി ആയാത്തുൽ ലിൽ മൂഖിനീൻ, സൂക്ഷിച്ചു നോക്കുന്ന ആളുകൾക്ക്, അഥവാ നമ്മളെ ഒരു വെറും നോട്ടം എന്നതിലപ്പുറം നമ്മുടെ നോട്ടത്തിലൊരു സൂക്ഷ്മത പാലിച്ചുകൊണ്ട് വൈ ഇറ്റ് ഈസ് എന്ന് ചിന്തിച്ചുകൊണ്ട് നോക്കുന്ന ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്, ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്.